വിനയ, എന്നെ മനസ്സിലായി നിനക്ക്? നീ എന്താടാ ചുറ്റും നോക്കുന്നത്? ഇങ്ങനെ കിടന്നാ മതിയോ? നിന്റെ സ്വപ്നമല്ലേ നമ്മുടെ ടെക്സ്റ്റൈൽസ്? അതൊക്കെ ഒന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യണ്ടേ? ആ ഡോക്ടർ എന്താ പറഞ്ഞത്? പതുക്കെ പതുക്കെ തിരിച്ചു വരാൻ പറ്റുമെന്നാ പറഞ്ഞത്. പാവോ അവനെ. പക്ഷേ എടുത്ത ചാട്ടം അല്പം കൂടുതലായിരുന്നു. വെറുതെ ഒരു കാര്യമില്ലാതെ അലക്സയായിട്ട് തെറ്റി. സത്യം പറഞ്ഞാൽ അലക്സയ്ക്ക് വേണ്ടി ഞാൻ വിനയനോട് ആർഗ്യൂ ചെയ്ത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടെന്താ, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അലക്സയുടെ ശത്രുക്കളാ. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. അയാളുടെ ഓഹരി മുഴുവൻ കൊടുത്തു തീർത്തു നമ്മള്. അറിയാം, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. ആ ടെക്സ്റ്റൈൽസ് നന്നായി നടത്തണമെങ്കിൽ ഇനിയും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. വിനയനാണെങ്കിൽ ഈ അവസ്ഥയിലും. എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ കുറച്ച് പരിമിതികളുണ്ട്. അറിയാം, ഇടപെടാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നങ്ങൾ തീരും വരെ ഇഷാദൊക്കെ കൂടെ ഉണ്ടായാ മതി. അതെ, അതും കൂടി പറയാനാണ് ഞാൻ വന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോയാൽ കച്ചവടം ഇല്ലാതാവുന്ന ലക്ഷണമാണ്. ഇപ്പോഴാണെങ്കിൽ വിൽക്കാൻ നോക്കിയാൽ നല്ല വിലയും കിട്ടും. എടുക്കാനാണെങ്കിൽ ആളുണ്ട്. അലക്സിയുടെ ശത്രുത നിലനിൽക്കുമ്പോൾ നമ്മളൊന്നും കൂട്ടിയാൽ കൂടുതലൊന്നും കച്ചവടം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവനെ ലോക്കൽ സപ്പോർട്ടുണ്ട്. വിൽക്കാൻ നോക്കിയാൽ ഉടക്കുമോ എന്ന് വരെ പേടിക്കണം നമ്മൾ. അതിന് വിൽപ്പനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരുന്ന പോരെ? അങ്ങനെയല്ല മോളെ. ആ കടയുടെ കച്ചവടം നടന്ന എന്റെ ഷെയറും കൊണ്ട് സൗദിയിലെ പ്രസ്ഥാനത്തിന് മുടക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അലക്സിയുടെ മുഖം പിന്നെ കാണണ്ടല്ലോ. അയ്യോ ഇഷാദിക്ക, ഇക്ക നേരത്തെ പറഞ്ഞതുപോലെ ഏട്ടന്റെ സ്വപ്നം അത്. ഏട്ടൻ എണീറ്റ് വരും വരെ അവിടെ അതുണ്ടാവണം. പിന്നെ ഇക്കടെ ഷെയറിന്റെ കാര്യം കുറച്ച് സമയം തന്നാ അത് എത്രയാന്ന് വെച്ചാ ഞങ്ങൾ തന്നു തീർത്തോളാം. തൽക്കാലം ഒന്നും ക്ഷമിക്കാൻ പറ്റില്ലേ? അല്ല, ഞാൻ ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടിച്ചാണെന്ന് കരുതണ്ട. ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. ഏയ് അങ്ങനൊന്നുമില്ല. ഇക്കയുടെ കാര്യം ഇക്ക പറഞ്ഞു, ഞങ്ങളുടെ കാര്യം ഞങ്ങളും പറഞ്ഞു. അങ്ങനെ കരുതിയാ മതി. എന്നാ ശരിയപ്പോ ഞാനെന്നാ അങ്ങോട്ട്. നിങ്ങളൊക്കെ ആലോചിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. പിന്നെ എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇതൊരു നമ്പരാ. അലക്സ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറഞ്ഞു വിട്ട നമ്പര്. എന്താ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടില്ലേ? ടെക്സ്റ്റൈൽസ് വിൽക്കണോന്ന്. ഏട്ടൻ വിഷമിക്കണ്ടാട്ടോ. ഏട്ടൻ എണീറ്റ് വരും വരെ അതവിടെ തന്നെ ഉണ്ടാവും, ഉറപ്പാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.